വെൽക്കം ടു മാസ്റ്റർ കീ അക്കാഡമി. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ICDS സൂപ്പർവൈസർ സിലബസിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫാമിലി എന്ന് പറയുന്നൊരു ടോപ്പിക്കാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂളിൽ ഫാമിലിയെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ ഫാമിലിയെ കുറിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കതിൽ പഠിക്കാനുണ്ട്. ടൈപ്സ് ഓഫ് ഫാമിലി എന്താണ്, പിന്നെ ഫാമിലിയിൽ വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാനുണ്ട്. സോ നമുക്ക് എന്തൊക്കെയാണ് ഫാമിലിയിൽ നമുക്ക് നോക്കാം, എന്തൊക്കെയാണ് പഠിക്കാനുള്ളത്. നമ്മൾ കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നത്. ഡീറ്റെയിൽഡ് ക്ലാസ് നമ്മുടെ ആപ്പ് വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ നമുക്ക് നോക്കാം. നമ്മളറിയാം, ഞാനും നിങ്ങളൊക്കെ ഉൾപ്പെടുന്നത് ഒരു ഫാമിലിയിലാണ് അല്ലേ. ഒരു ഫാമിലി എന്ന് പറയുമ്പോൾ അതിൽ നമുക്ക് വളരെയധികം ഇൻറ്റിമേഷൻ ഉണ്ടായിരിക്കും, നമുക്കൊരു ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കും. നമ്മൾ വളരെയധികം ക്ലോസ് ആയിട്ട് കിടക്കുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു പ്രൈമറി സോഷ്യലൈസേഷൻ ഏജന്റ് കൂടിയാണ് ഫാമിലി എന്ന് പറയുന്നത് അല്ലേ. അതായത് നമ്മൾ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും ഒക്കെ ഫ്രം ഫാമിലിയിൽ നിന്നാണ്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഡെലിക്കൻ്റ് ആയിട്ട് പോകുന്നതും ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആവാനും കാരണമാവാറുണ്ട് അല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്താണ് ഫാമിലി എന്നതിനെ കുറിച്ചൊക്കെയാണ് ഇന്നത്തെ ക്ലാസ് അല്ലെങ്കിൽ ഇന്നത്തെ സെഷൻ പ്രധാനമായിട്ടും ഹാൻഡിൽ ചെയ്യുന്നത്. Family is a group of people united by ties of marriage, adoption, blood relations and constituting a single household where each members have respective status. അല്ലേ, ഫാമിലി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്, യുണൈറ്റഡ് ബൈ ടൈസ് ഓഫ് മാരേജ്, അഡോപ്ഷൻ, ബ്ലഡ് റിലേഷൻ ആൻഡ് കോൺസ്റ്റിറ്റ്യൂട്ടിംഗ് എ സിംഗിൾ ഹൗസ് ഹോൾഡ് വേർ ഈച്ച് മെമ്പർ ഹാവ് റെസ്പെക്റ്റീവ് സ്റ്റാറ്റസ്. ഫാമിലി എന്ന് പറയുന്നത് ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആണ്. അത് മാരേജ് വഴിയോ അല്ലെങ്കിൽ അഡോപ്ഷൻ വഴിയോ അല്ലെങ്കിൽ ബ്ലഡ് റിലേഷൻ വഴിയോ അല്ലെങ്കിൽ സിംഗിൾ ഹൗസ് ഹോൾഡ് വഴിയോ യുണൈറ്റ് ചെയ്തിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടമാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇവിടെ ഓരോ മെമ്പേഴ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് സ്റ്റാറ്റസ് ഉണ്ട് എന്നാണ് പറയുന്നത് അല്ലേ. അച്ഛൻ എന്ന് പറയുമ്പോൾ, അമ്മ എന്ന് പറയുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് സ്റ്റാറ്റസ് അവർക്ക് ഉണ്ട്. അപ്പോൾ ഫാമിലി എന്ന് പറയുന്നത് നമ്മളെ മാരേജ് വഴിയോ അഡോപ്ഷൻ വഴിയോ ബ്ലഡ് റിലേഷൻ വഴിയോ ഒക്കെ ഉണ്ടാകുന്ന ആളുകളുടെ ഒരു കൂട്ടത്തെയാണ് അല്ലെങ്കിൽ ഗ്രൂപ്പിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഫാമിലി മെമ്പേഴ്സിന് അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് ആയിട്ടുള്ള സ്റ്റാറ്റസ് അവർക്ക് ഉണ്ടായിരിക്കും. ദെൻ എറ്റിമോളജിക്കലി ഫാമിലി എന്ന് പറയുന്നത് ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള ഫെമുലസ് എന്ന് പറയുന്ന വാക്കിൽ നിന്നാണ് ഫാമിലി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഫെമുലസ്, ഇതിന്റെ അർത്ഥം സെർവൻ എന്നാണ്. ഓക്കെ, ലാറ്റിൻ പദമായ ഫെമുലസ് എന്ന് പറയുന്ന ഫെമുലസിന്റെ അർത്ഥം വരുന്നത് സെർവൻ. ഈ ഒരു വാക്കിൽ നിന്നാണ് ഫാമിലി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പൊ ഫാമിലി എന്താന്ന് പറഞ്ഞു, ഫാമിലി എന്ന് പറയുന്ന വാക്ക് എങ്ങനെ ഉണ്ടായി എന്നും നമ്മൾ പറഞ്ഞു അല്ലെ. ഫാമിലി എന്ന് പറയുന്നത് മാരേജ് വഴിയോ അഡോപ്ഷൻ വഴിയോ ഒക്കെ എന്ത് ചെയ്യാണ്, ഓക്കെ, ഇതിലൂടെയൊക്കെ ഉണ്ടായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഈച്ച് മെമ്പേഴ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള റെസ്പെക്റ്റീവ് സ്റ്റാറ്റസ് ഉണ്ട്. എറ്റിമോളജിക്കലി ഫാമുലസ് എന്ന് പറഞ്ഞ ലാറ്റിൻ വേർഡിൽ നിന്നാണ്, സെർവൻ എന്നർത്ഥം വരുന്ന ലാറ്റിൻ പദമായിട്ടുള്ള ഫെമുലസിൽ നിന്നാണ് ഫാമിലി എന്ന് പറയുന്ന വാക്ക് ഉണ്ടായിട്ടുള്ളത്. ഇനി ഡിഫറെൻറ്റ് ഡെഫിനേഷൻസ് ഓഫ് ഫാമിലി നമുക്ക് പഠിക്കാനുണ്ട്. ഫാമിലിയെ കുറിച്ച് പറഞ്ഞ ഒരുപാട് ഡെഫിനേഷൻസുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം, ചിലപ്പോൾ ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അക്കോർഡിംഗ് ടു പാസൺ അല്ലെ, പാസന്റെ ഡെഫിനേഷൻ ആണ് നമ്മൾ പറയുന്നത്. അക്കോർഡിംഗ് ടു പാസൺ, മോഡേൺ ഫാമിലീസ് ആർ ഐസൊലേറ്റഡ് nuclear families and they evolve as a requirement of industrialization in society as there is a functional relationship between the family and economic system of the society. പാസനെ സംബന്ധിച്ചോളം മോഡേൺ ഫാമിലീസ് എന്ന് പറയുന്നത് ആർ ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ്, ഒറ്റപ്പെട്ട അണുകുടുംബമാണ് മോഡേൺ ഫാമിലീസ് എന്നാണ് പാർസൺ പറയുന്നത്. ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ് ആൻഡ് ദേ ഇവോൾവ് ആസ് എ റിക്വയർമെന്റ് ഓഫ് ഇൻഡസ്ട്രിയലൈസേഷൻ ഇൻ സൊസൈറ്റി അല്ലെ. സൊസൈറ്റിയിൽ വ്യവസായവൽക്കരണത്തിന്റെ ആവശ്യമായിട്ട് ഇവോൾവ് ചെയ്ത ഒന്നാണ് ഈ പറയുന്ന മോഡേൺ ഫാമിലീസ് എന്ന് പറയുന്നത്. കാരണം
വ്യവസായവൽക്കരണം വന്നപ്പോഴാണ് ജോയിന്റ് ഫാമിലിയിൽ നിന്നും ന്യൂക്ലിയർ ഫാമിലിയോട്ട് എന്ത് ചെയ്തത്, ഷിഫ്റ്റ് ഉണ്ടായത് അല്ലെ. ആസ് ദർ ഈസ് എ ഫങ്ഷണൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഫാമിലി ആൻഡ് എക്കണോമിക് സിസ്റ്റം ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയിലെ എക്കണോമിക് സിസ്റ്റവും ഫാമിലിയും തമ്മിൽ എന്തുണ്ട്, ഒരു ഫങ്ഷണൽ റിലേഷൻഷിപ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ ഉണ്ട് അല്ലെ. അപ്പോൾ ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയുടെ വ്യവസായവൽക്കരണത്തിന്റെ ഫലമായിട്ടും അല്ലെങ്കിൽ അതിൻ്റെ ആവശ്യപരമായിട്ടും സൊസൈറ്റിയിലെ എക്കണോമിക് സിസ്റ്റവും ഫാമിലിയും തമ്മിലുള്ള ബന്ധത്തിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന മോഡേൺ ഫാമിലീസ് ഒരു ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് ഇവോൾവ് ചെയ്തത് എന്നാണ് പാഴ്സൺ പറയുന്നത്. ഇനി ഓക്ബേൺ ആൻഡ് നിംകോഫ് അല്ലെ, അക്കോർഡിംഗ് ടു ഓക്ബേൺ ആൻഡ് നിംകോഫ് പറയുന്നത് ദ ബേസിക് ഫങ്ഷൻസ് ഓഫ് ഫാമിലി ആർ അഫെക്ഷണൽ, എക്കണോമിക്, റിക്രിയേഷൻ, പ്രൊട്ടക്റ്റീവ് ആൻഡ് എഡ്യൂക്കേഷണൽ അല്ലെ. ഓക്ബേൺ ആൻഡ് നിംകോഫ് പറയുന്നത് നമ്മുടെ ഫാമിലിയുടെ ബേസിക് ഫങ്ഷൻ എന്ന് പറയുന്നത് അഫെക്ഷണൽ ആണ്, എക്കണോമിക് ആണ്, റിക്രിയേഷൻ ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫാമിലിയുടെ ഫങ്ഷൻ ബേസിക് ആയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ധർമ്മങ്ങൾ അഫെക്ഷൻ ആണ്, എക്കണോമിക്കൽ ആണ്, റിക്രിയേഷൻ ആണ്, പ്രൊട്ടക്റ്റീവ് ആണ്, എഡ്യൂക്കേഷൻ ആണ്. സോ 2 ഡെഫിനേഷൻ പറഞ്ഞു. പാഴ്സൺ പറയുന്നത് ഇൻഡസ്ട്രിയലൈസേഷന്റെയും സാമ്പത്തിക സിസ്റ്റവും ഫാമിലിയും തമ്മിലൊക്കെ ബന്ധത്തിന്റെ ഫലമായിട്ടാണ് ഒരു മോഡേൺ ഫാമിലീസ് ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് ഇവോൾവ് ചെയ്തത്. ഓക്ബേൺ ആൻഡ് നിംകോഫ് പറയുന്നത് ഫാമിലിക്ക് ഒരുപാട് ഫങ്ഷൻ ഉണ്ട്, അഫെക്ഷണൽ, റിക്രിയേഷണൽ, എക്കണോമിക്, പ്രൊട്ടക്റ്റീവ്, എഡ്യൂക്കേഷണൽ ഒക്കെ ഉണ്ട് എന്നാണ് പറയുന്നത്. ഇനി നെക്സ്റ്റ് പറയുന്നത് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആണ് അല്ലെ. ഫാമിലിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, ഫാമിലിയുടെ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്? ഫാമിലി ഈസ് എ യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ. സാർവത്രികമായിട്ടുള്ള ഒരു സാമൂഹിക സ്ഥാപനമാണ് ഫാമിലി എന്ന് പറയുന്നത്. അത് പറയുന്നത് നമുക്ക് ലോകത്തിന്റെ ഏത് കോണിൽ പോയി നോക്കിയാലും അല്ലെങ്കിൽ ഏത് ഭാഗത്ത് പോയി നോക്കിയാലും വി ക്യാൻ സീ ഫാമിലി അല്ലെ. അപ്പോൾ ലോകത്ത് എല്ലായിടത്തും നമുക്ക് ഫാമിലിയെ കാണാൻ സാധിക്കും. എല്ലായിടത്തും കാണുന്ന ഒരു യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇറ്റ് ഹാസ് എ ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് ഓവർ ഇൻഡിവിജ്വൽസ് അല്ലെ. ഇതൊരു ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് അല്ലെ, വൈകാരികപരമായിട്ടുള്ള ഒരു സ്ഥാപനമാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇത് വ്യക്തികൾക്കിടയിൽ അല്ലെ, വ്യക്തികളുടെ മേലെ ഒരു ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് നടത്തുന്നുണ്ട്. ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് ഓവർ ഇൻഡിവിജ്വൽസ് അല്ലെ, വ്യക്തികൾക്ക് മുകളിൽ ഒരു ഫോർമേറ്റീവ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് നടത്തുന്നുണ്ട്. അതിന്റെ എക്സാമ്പിൾ ആയിട്ട് പറയുന്നതാണ് പേഴ്സണാലിറ്റി ഓർ ക്യാരക്ടർ ഡെവലപ്മെന്റ്. നമ്മുടെ ഫാമിലിയിൽ നിന്നാണ് നമ്മുടെ വ്യക്തിത്വം രൂപപ്പെടുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ രൂപപ്പെടുന്നത് നമ്മുടെ ഈ പറയുന്ന ഒരു ഫാമിലിയിൽ നിന്നാണ്. ഇതൊരു ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇതിനെന്താണ്, വ്യക്തികൾക്ക് മുകളിൽ ഒരു ഫോർമേറ്റീവ് ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യുന്ന അല്ലെങ്കിൽ ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉണ്ടാക്കുന്നുണ്ട് അല്ലെ. സോ ഫാമിലി എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്, ഒരു ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. വ്യക്തികൾക്ക് മുകളിൽ ഒരു ഫോർമേറ്റീവ് ആയിട്ടുള്ള, അതായത് അവരുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഡെവലപ്മെന്റ് പോലുള്ള ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് ഫാമിലി നടത്തുന്നുണ്ട്. ഇനി മൂന്നാമത് പറയുന്നത് ഇറ്റ് ഹാസ് എ ന്യൂക്ലിയസ് പൊസിഷൻ ഇൻ സ്ട്രക്ചർ അല്ലെ. ഇപ്പൊ ഒരു നമ്മുടെ സോഷ്യൽ സ്ട്രക്ചറിന്റെ ഏറ്റവും കേന്ദ്ര ഭാഗത്ത് കാണുന്ന ഒന്നാണ് ഫാമിലി, ന്യൂക്ലിയസ് പൊസിഷൻ അല്ലെ, സെൻട്രൽ ഭാഗത്ത് കാണുന്ന ഒന്നാണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഡെവലപ്പ് പ്രൈമറി റിലേഷൻഷിപ്പ് ഓർ ഫേസ് ടു ഫേസ് റിലേഷൻസ് അല്ലെ. ഇത് പ്രധാനമായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കുന്നത് പ്രാഥമിക ബന്ധങ്ങൾ അല്ലെ, പ്രൈമറി റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ ഫേസ് ടു ഫേസ് റിലേഷൻസ് അല്ലെ, മുഖത്തോട് മുഖം നോക്കിയുള്ള റിലേഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഡെവലപ്പ് ചെയ്ത് എടുക്കുന്നുണ്ട്. ദെൻ ഇറ്റ് ഹാസ് ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ സോഷ്യൽ റെഗുലേഷൻ ആൻഡ് കൺട്രോൾ അല്ലെ. നമ്മുടെ സാമൂഹിക റെഗുലേഷൻ, സാമൂഹിക നിയന്ത്രണത്തിൽ ഇതിന് വളരെയധികം പ്രധാനപ്പെട്ട ഒരു റോള് ഇതിനുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് ഫീച്ചേഴ്സ് ഒന്നും കൂടി ഞാൻ പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഫീച്ചേഴ്സുകൾ ഒന്ന് പറയുന്നത്, ഇത് നമുക്ക് യൂണിവേഴ്സലി കാണാൻ സാധിക്കും അല്ലെ, ഗ്ലോബലി നമുക്ക് എന്തേ കാണാൻ പറ്റുന്ന ഒരു യൂണിവേഴ്സൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ് ഫാമിലി എന്ന് പറയുന്നത്. പിന്നെ എന്താണ്, ഇതൊരു ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ഇത് നമ്മുടെ പേഴ്സണാലിറ്റി, ക്യാരക്ടർ ഡെവലപ്മെന്റ് പോലുള്ള ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ്, വ്യക്തികൾക്ക് മുകളിൽ ഒരു ഫോർമേറ്റീവ് ഇൻഫ്ലുവൻസ് എന്ത് ചെയ്യുന്നുണ്ട്, നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതൊരു ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണ്. ദെൻ ഇതെന്താണ്, നമ്മുടെ സ്ട്രക്ചറിലെ ഒരു കേന്ദ്ര പൊസിഷനാണ്, ന്യൂക്ലിയസ് പൊസിഷനാണ് ഫാമിലിക്കുള്ളത്. ഇതിൽ പ്രൈമറി റിലേഷൻഷിപ്പ് ഇത് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്, ഫേസ് ടു ഫേസ് റിലേഷൻ ഒക്കെ ഇത് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്.
ദെൻ ഇതിന് എന്തുണ്ട്, നമ്മുടെ സാമൂഹിക കൺട്രോൾ അല്ലെ, സോഷ്യൽ റെഗുലേഷൻ ആൻഡ് സോഷ്യൽ കൺട്രോളില് വളരെ പ്രധാനപ്പെട്ട റോളും ഈ ഫാമിലി എന്ത് ചെയ്യുന്നുണ്ട്, പങ്കുവഹിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. കാരണം എന്താണ് ഇപ്പൊ ഇത്രയും പറഞ്ഞ ഫീച്ചേഴ്സിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഫാമിലി എന്ന് പറയുന്നത് ഒരാളുടെ പ്രൈമറി യൂണിറ്റ് ആണ് അല്ലെ. ഇപ്പൊ ഞാൻ അടങ്ങുന്ന, നിങ്ങൾ അടങ്ങുന്ന ഒരു ഫാമിലി ഉണ്ടായിരിക്കും അല്ലെ. ഇപ്പൊ ഞാൻ എടുക്കുന്ന എൻ്റെ ഫാമിലി എന്ന് പറയുന്നത് എനിക്ക് വളരെ പ്രൈം ഇമ്പോർട്ടൻസ് ഉള്ള ഒരു യൂണിറ്റ് ആണ് അല്ലെ. അവിടെ ആയിരിക്കും ഞാൻ ഏറ്റവും കൂടുതൽ ഇന്റിമസി കാണിക്കുന്നത്, ഫേസ് ടു ഫേസ് റിലേഷൻഷിപ്പ് കാണിക്കുന്നത്, ഫേസ് ടു ഫേസ് കോണ്ടാക്ട് ചെയ്യുന്നത്, എനിക്ക് അവരോടായിരിക്കും കൂടുതൽ ഒരു കൈൻഡ് റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, പിന്നെ അവിടെ നിന്നായിരിക്കും ഞാൻ എൻ്റെ പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കുക, എൻ്റെ ക്യാരക്ടർ ഡെവലപ്മെന്റ് ഒക്കെ ഈ പറയുന്ന എൻ്റെ ഫാമിലിയിൽ നിന്നായിരിക്കും ഉണ്ടായിരിക്കുക അല്ലെ. എൻ്റെ ഒരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും എനിക്ക് എവിടെയായിരിക്കും, എൻ്റെ ഫാമിലിയിലായിരിക്കും എനിക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടായിരിക്കുക. സോ നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജൻസി എന്ന് പറയുന്നത് തന്നെ, നമ്മുടെ പ്രൈമറി സോഷ്യലൈസേഷൻ ഏജന്റ് എന്ന് പറയുന്നത് തന്നെ എന്താണ്, ഫാമിലിയാണ്. പ്രൈമറി സോഷ്യലൈസേഷൻ ഏജന്റ് എന്ന് പറയുന്നത് തന്നെ ഫാമിലിയാണ് എന്നാണ് പറയുന്നത്. അടുത്തത് നമുക്ക് പറയാനുള്ളത് ഫങ്ഷൻസ് ഓഫ് ഫാമിലിയാണ്. ഫാമിലിയുടെ ധർമ്മങ്ങളെ കുറിച്ചാണ് സംസാരിക്കാനുള്ളത്. അക്കോർഡിംഗ് ടു JP Murdoch, ഫാമിലി ഈസ് ദ ബേസിക് യൂണിറ്റ് ഇൻ എ സൊസൈറ്റി അല്ലെ. ഒരു സൊസൈറ്റിയുടെ ബേസിക് യൂണിറ്റി ആണ് ഫാമിലി എന്ന് പറഞ്ഞത് ആരാണ്, JP Murdoch ആണ് കേട്ടോ. JP Murdoch പറയുന്നത് ഫാമിലി എന്ന് പറയുന്നത് ഇസ് എ ബേസിക് യൂണിറ്റ് ഇൻ എ സൊസൈറ്റി. ഒരു സൊസൈറ്റിയിലെ ബേസിക് യൂണിറ്റ് ആണ് ഫാമിലി എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് മെയിൻലി 4 ഫങ്ഷൻസ് അല്ലെ. ഇതിന് പ്രധാനമായിട്ടും 4 ധർമ്മങ്ങളാണ് ഇതിനുള്ളത്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫങ്ഷൻ ആണ് അല്ലെ. സാമൂഹികവൽക്കരണം അല്ലെങ്കിൽ വിദ്യാഭ്യാസപരമായിട്ടുള്ള ധർമ്മങ്ങൾ. രണ്ടാമത്തെന്ന് പറയുന്നത് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ ആണ് അല്ലെ, പ്രത്യുൽപാദനപരമായിട്ടുള്ള ധർമ്മങ്ങൾ. മൂന്നാമത്തെന്ന് പറയുന്നത് സാമ്പത്തികം അല്ലെ, സാമ്പത്തികപരമായിട്ടുള്ള ധർമ്മങ്ങൾ. നാലാമത്തെന്ന് പറയുന്നത് ലെജിറ്റിമൈസ് അഡൾട്ട് പേഴ്സണാലിറ്റി ഫങ്ഷൻ അല്ലെ. അഡൾട്ട് പേഴ്സണാലിറ്റി ഫങ്ഷനെ ലെജിറ്റിമൈസ് ചെയ്യുക, നിയമാനുസൃതമാക്കുക. ഇത്തരത്തിൽ 4 ഫങ്ഷനുകളാണ് JP Murdochന്റെ അഭിപ്രായത്തിൽ ഫാമിലിക്കുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ ഫങ്ഷൻ, രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ, മൂന്നാമത്തത് എക്കണോമിക് ഫങ്ഷൻ, നാലാമത്തത് ലെജിറ്റിമൈസ് അഡൾട്ട് പേഴ്സണാലിറ്റി ഫങ്ഷൻ. സോ ദീസ് ആർ ദ 4 ഫങ്ഷൻ ഇൻട്രൊഡ്യൂസ്ഡ് ബൈ JP Murdoch. ഓക്കെ. അക്കോർഡിംഗ് ടു MacIver അല്ലെ, MacIver എന്താ പറയുന്നത്, ദർ ആർ മെയിൻലി 2 ഫങ്ഷൻ ആണ് പറയുന്നത്. MacIver പറയുന്നത് ഫാമിലിക്ക് പ്രധാനമായിട്ടും 2 ഫങ്ഷൻ ആണുള്ളത്. അതിൽ ഒന്നാമത്തതാണ് എസെൻഷ്യൽ ഫങ്ഷൻ അല്ലെ. എസെൻഷ്യൽ ഫങ്ഷൻ അല്ലെങ്കിൽ നമ്മൾ അതിനെ പ്രൈമറി ഫങ്ഷൻസ് എന്ന് പറയും. നമ്മുടെ റീപ്രൊഡക്ഷൻ, ഹോം, ഇതൊക്കെ നമ്മുടെ എസെൻഷ്യൽ ഫങ്ഷൻ ആണ് അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി ഫങ്ഷൻ ആണ്. രണ്ടാമത്തേത് പറയുന്നത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ ആണ് അല്ലെങ്കിൽ നമുക്കതിനെ സെക്കൻഡറി ഫങ്ഷൻ എന്ന് പറയാം. നമ്മുടെ എഡ്യൂക്കേഷൻ, റിലീജിയൻ, ഇതൊക്കെ എന്താണ്, നമ്മുടെ നോൺ എസെൻഷ്യൽ ഫങ്ഷൻ ആണ്. നമുക്ക് വളരെയധികം അത്യാവശ്യമുള്ളതും നമുക്ക് അത്ര അത്യാവശ്യമില്ലാത്ത കാര്യങ്ങളും. അങ്ങനെ 2 ആയിട്ടാണ് MacIver ഫങ്ഷൻസ് ഓഫ് ഫാമിലിയെ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത് അല്ലെ. ഏതൊക്കെയാണ്? ഒന്നാമത്തത് എസെൻഷ്യൽ അല്ലെങ്കിൽ പ്രൈമറി ഫങ്ഷൻ. അതിൽ ഏതൊക്കെയാ വരുന്നത്? റീപ്രൊഡക്ഷൻ, പ്രത്യുൽപാദനവും ഹോം. രണ്ടാമത്തെന്ന് പറയുന്നത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ ആണ് അല്ലെ. അത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ അല്ലെങ്കിൽ സെക്കൻഡറി ഫങ്ഷൻ അല്ലെ. അതിൽ ഏതൊക്കെയാ വരുന്നത്? എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ റിലീജിയൻ, ഇതൊക്കെ അതിലാണ് വരുന്നത്. ഇനി അടുത്ത സോഷ്യോളജിസ്റ്റ് ആയിട്ടുള്ള കിങ്സ്ലി ഡേവിസ് ഇത്തരത്തിൽ 3 ഫങ്ഷനുകളാണ് പറഞ്ഞത്. ഒന്നാമത്തെ പറഞ്ഞത് റീപ്രൊഡക്ഷൻ അല്ലെ, പ്രത്യുൽപാദനം. രണ്ടാമത്തെ മെയിൻ്റനൻസ്, നിലനിൽപ്പ്. ദെൻ മൂന്നാമത്തെ സോഷ്യലൈസേഷൻ ആൻഡ് പ്ലേസ്മെന്റ് അല്ലെ, സാമൂഹികവൽക്കരണവും പ്ലേസ്മെന്റും. ഇതാണ് കിങ്സ്ലി ഡേവിസ് പറഞ്ഞ 3 ഫങ്ഷനുകൾ എന്ന് പറയുന്നത്. റീപ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, അതുപോലെ തന്നെ സോഷ്യലൈസേഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഓക്കെ, ഞാൻ ഇതുവരെ പറഞ്ഞത് ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. JP Murdoch പറയുന്നത് നമ്മുടെ സൊസൈറ്റിയുടെ ഏറ്റവും ബേസിക് യൂണിറ്റ് ആണ് ഫാമിലി. അതിന് 4 ഫങ്ഷനുകളാണ് JP Murdoch പറഞ്ഞത്. 4 ഫങ്ഷനുകൾ. ഒന്നാമത്തെന്ന് പറയുന്നത് സോഷ്യലൈസേഷൻ അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഫങ്ഷൻ, രണ്ടാമത്തത് റീപ്രൊഡക്റ്റീവ് ഫങ്ഷൻ, മൂന്നാമത്തത് എക്കണോമിക് ഫങ്ഷൻ, നാലാമത്തത് ലെജിറ്റിമൈസ് അഡൾട്ട് പേഴ്സണാലിറ്റി ഫങ്ഷൻ. ഇനി MacIver പറഞ്ഞത് 2 ഫങ്ഷൻ ആണ്. MacIver നോക്കി വെച്ചോ, ഇമ്പോർട്ടന്റ് ആണ്. 2 ഫങ്ഷൻ ആണ്. എസെൻഷ്യൽ ഫങ്ഷൻ അഥവാ പ്രൈമറി ഫങ്ഷൻ അല്ലെ,
രണ്ടാമത്തത് നോൺ എസെൻഷ്യൽ ഫങ്ഷൻ അഥവാ സെക്കൻഡറി ഫങ്ഷൻ. കിങ്സ്ലെ ഡേവിസ് 3 ഫങ്ഷൻ ആണ് പറഞ്ഞത്: റീപ്രൊഡക്ഷൻ, മെയിൻ്റനൻസ്, സോഷ്യലൈസേഷൻ ആൻഡ് പ്ലേസ്മെന്റ്. ഓക്കെ, അപ്പോൾ ഇതുവരെ നമ്മൾ ഫാമിലി എന്താന്ന് പറഞ്ഞു, ഫാമിലിയുടെ ഫീച്ചർ എന്ന് പറഞ്ഞു, ഫാമിലിയുടെ ഫംഗ്ഷൻ പറഞ്ഞു അല്ലേ. ഫാമിലി എന്ന് പറയുന്നത് മാരേജ് കൊണ്ടോ അഡോപ്ഷൻ കൊണ്ടോ ബ്ലഡ് റിലേഷൻ കൊണ്ടോ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന്റെ ഒരു ടൈപ്പിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഓരോ മെമ്പേഴ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടാവും എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ 2 ഡെഫിനേഷനാണ് പറഞ്ഞത്. പാർസന്റെ ഡെഫിനേഷനും പറഞ്ഞു, ഓക്ബേൺ ആൻഡ് നിംകോഫിന്റെ ഡെഫിനേഷനും പറഞ്ഞു അല്ലേ. പാർസൺ എന്താ പറഞ്ഞത്? ഇൻഡസ്ട്രിയലൈസേഷന്റെ കാരണം കൊണ്ടും എക്കണോമിക് സിസ്റ്റവും ഫാമിലിയും തമ്മിലുള്ള ബന്ധത്തിന്റെ കാരണം കൊണ്ടും മോഡേൺ ഫാമിലീസ് ഒരു ഐസൊലേറ്റഡ് ന്യൂക്ലിയർ ഫാമിലീസ് ആയിട്ട് ഇവോൾവ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞു. ഓക്ബേൺ ആൻഡ് നിംകോഫ് എന്താ പറഞ്ഞത്? പ്രൈമറി ഫങ്ഷൻസ് ഓഫ് ഫാമിലി അഫക്ഷണൽ ആണ്, സോഷ്യൽ ആണ്, എക്കണോമിക്കലാണ് എന്ന് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ പറഞ്ഞത് ഫീച്ചേഴ്സ് ഓഫ് ഫാമിലി ആണ് അല്ലെ. ഫീച്ചേഴ്സിൽ എന്തൊക്കെയാ പറഞ്ഞത്? യൂണിവേഴ്സലി നമുക്ക് കാണാൻ സാധിക്കും ഒരു ഇമോഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ എന്താണ്? ഇവിടെ നമ്മുടെ സോഷ്യലൈസേഷൻ നടക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പിന്നെ അത് മാത്രമല്ല, പിന്നെ എന്തൊക്കെയാ നമ്മൾ പറഞ്ഞത്? 1 സെക്കൻഡ്. പിന്നെ നമ്മൾ പറഞ്ഞത് എന്താ? ഇതൊരു ന്യൂക്ലിയസ് പൊസിഷൻ ഇതിനുണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമ്മുടെ ഒരു പ്രൈമറി റിലേഷൻഷിപ്പ് ഇവിടെ നടക്കുന്നുണ്ട്, സോഷ്യൽ റെഗുലേഷനിൽ കൺട്രോളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞത് അതിൻ്റെ ഫങ്ഷനുകളാണ് അല്ലേ. നമ്മുടെ GP മർഡോക്കിന്റെ 4 ഫങ്ഷൻ, മാക് ഐവറിന്റെ 2 ഫങ്ഷൻ, കിങ്സ്ലെ ഡേവിസിന്റെ 3 ഫങ്ഷൻ. സോ ഇനി നമ്മൾ പഠിക്കുന്നത് ടൈപ്സ് ആൻഡ് ഫോംസ് ഓഫ് ഫാമിലിയാണ്. ഇവിടെയാണ് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാമിലിയെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇപ്പോൾ ടൈപ്സിൽ നമ്മൾ സാധാരണഗതിയിൽ തുടങ്ങല് പാട്രിയാർക്കൽ, മാട്രിയാർക്കൽ എന്ന് വെച്ചിട്ടാണ് തുടങ്ങല്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് വേറൊരു രീതിയിൽ, അതായത് മാരേജിന്റെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഫാമിലിയാണ് ആദ്യം ഞാൻ പഠിപ്പിക്കുന്നത്. ബേസ്ഡ് ഓൺ മാരേജ് കേട്ടോ. വിവാഹത്തിന്റെ അടിസ്ഥാനത്തിലുള്ള ഫാമിലി ടൈപ്സുകൾ ഏതൊക്കെയാണെന്നാണ് നോക്കുന്നത്. ഒന്നാമത്തെ പറയുന്നതാണ് മോണോഗമസ് മാരേജ്. മോണോഗമസ് മാരേജ്, അതായത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഇത് മാരേജിന്റെ ടൈപ്സുകളല്ലേ. ശരിയാണ്, ഇത് മാരേജിന്റെ ടൈപ്സുകളാണ്. ആ മാരേജിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണല്ലോ, മാരേജിന്റെ ഫലമായിട്ടുണ്ടാവുന്നതാണല്ലോ കുടുംബം എന്ന് പറയുന്നത്. സോ മോണോഗമസ് മാരേജ് ഫാമിലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ഇവിടെ മോണോഗമസ്, മോണോ എന്ന് വെച്ചാൽ ഒന്ന് എന്നൊരർത്ഥം അല്ലെ. 1 മേറ്റ്, ഒരാൾക്ക് ഒരു സമയത്ത് ഒരൊറ്റ ഇണ മാത്രം, ഒരാൾക്ക് ഒരു സമയത്ത് ഒരൊറ്റ ഇണ മാത്രം. അതാണ് മോണോഗമസ് മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ തന്നെ 2 ടൈപ്പുകളുണ്ട്. സ്ട്രെയിറ്റ് മോണോഗമസും സീരിയൽ മോണോഗമസും. അപ്പൊ മോണോഗമസിന് തന്നെ നമ്മൾ 2ആക്കി തിരിച്ചിട്ടുണ്ട്, സ്ട്രെയിറ്റ് മോണോഗമസും സീരിയൽ മോണോഗമസും. അതിൽ സ്ട്രെയിറ്റ് മോണോഗമസ് എന്ന് വെച്ചാൽ കനോട്ട് മാരി ആഫ്റ്റർ എ ഡിവോഴ്സ് ഓർ ഡെത്ത് ഓഫ് സ്പൗസ് അല്ലെ. ഒരാളുടെ ഇണ മരിച്ചതിന് ശേഷമോ അല്ലെങ്കിൽ ഡൈവോഴ്സ് ആയതിനു ശേഷമോ അയാൾ വേറെ വിവാഹം കഴിക്കുന്നില്ല. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രെയിറ്റ് മോണോഗമസ് എന്ന് പറയുന്നത്. എന്നാൽ സീരിയൽ മോണോഗമസ് എന്ന് പറയുന്നത് ക്യാൻ മാരി അഗൈൻ ആഫ്റ്റർ എ ഡിവോഴ്സ് ഓർ ഡെത്ത് ഓഫ് സ്പൈസ് അല്ലെ. ഒരു സ്പൗസിന്റെയോ അല്ലെങ്കിൽ സ്പൗസിന്റെ ഡെത്തിന് ശേഷമോ അല്ലെങ്കിൽ ഡിവോഴ്സിന് ശേഷമോ അയാൾ വേറൊരു വിവാഹം കഴിക്കുകയാണ്. അതാണ് സീരിയൽ മോണോഗമി. രണ്ടായാലും എന്താണ്? ഒരേ സമയത്ത് ഒരൊറ്റ ഇണ എന്നുള്ളൊരു കൺസെപ്റ്റ് ആണ് മുന്നോട്ട് വെക്കുന്നത്. സോ മോണോഗമസ് മാരേജ് എന്ന് വെച്ചാൽ ഒരു സമയത്ത് ഒരു ഇണ മാത്രം, 1 മേറ്റ് അറ്റ് 1 ടൈം അല്ലെ. ഒരു സമയത്ത് അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരൊറ്റ ഇണ മാത്രം, 1 മേറ്റ് അല്ലെ. അതിൽ തന്നെ 2 ഉണ്ട്. സ്ട്രെയിറ്റ് മോണോഗമി, സീരിയൽ മോണോഗമി. ഇപ്പൊ സീരിയൽ നടക്കുമ്പോൾ സീരിയൽ ഇങ്ങനെ പരമ്പരയായിട്ട് തുടർന്ന് പോരുവാണല്ലോ. അപ്പൊ അത് ആലോചിക്കാം, ഒന്ന് മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ ഒന്ന് ഡിവോഴ്സ് ആയതിനു ശേഷം വീണ്ടും ഒന്ന് കല്യാണം കഴിക്കുന്നു. സ്ട്രെയിറ്റ് ആണ് അല്ലെ. അവര് മരിച്ചു അല്ലെങ്കിൽ ഡിവോഴ്സ് ആയി, ദർ ഇസ് നോ മാരേജ്. അവർ വേറെ എന്തിനും ദർ ഇസ് നോ മാരിഡ് അഗെയിൻ അല്ലെ. അവർ വീണ്ടും എന്ത് ചെയ്യുന്നില്ല? കല്യാണം കഴിക്കുന്നില്ല. സോ അതാണ് മോണോഗമസ് മാരേജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത് നോക്കൂ, പോളിഗമസ്. 2ാമത്തെ ടൈപ്പ് ബേസ്ഡ് ഓൺ മാരേജിന്റെ അടിസ്ഥാനത്തിലുള്ള 2ാമത്തെ ടൈപ്പ് ഓഫ് ഫാമിലിയാണ് പോളിഗമസ് മാരേജ്. മോർ ദാൻ 1 മൈറ്റ് അറ്റ് എ ടൈം. ഒരു സമയത്ത് ഒന്നിലധികം ഇണകളാണ് പോളിഗമസ് മാരേജ് എന്ന് പറയുന്നത്. ഇതും ഈ പറഞ്ഞ കൂട്ടം പോലെ 2 ഉണ്ട്. പോളിജിനിയും ഉണ്ട്, അതുപോലെ തന്നെ പോളിയാൻഡ്രിയും ഉണ്ട്. ദെൻ എന്താണ് ഈ പോളിജിനി എന്ന് വെച്ചാൽ? മോർ ദാൻ വൺ വൈഫ്. ഒരു പുരുഷന് ഒരു സമയത്ത് ഒന്നിലധികം ഭാര്യമാര്, ഒരു സമയത്ത് ഒന്നിലധികം ഭാര്യമാര്.
റീസൺ ആർ എൻഫോഴ്സ്ഡ് സെലിബസി, സ്റ്റാറ്റസ് സിമ്പിൾ, ഡെമോഗ്രാഫിക് കണ്ടീഷൻസ്. ഇപ്പോൾ അത്തരത്തിലുള്ള ഒരു പോളിജിനി അവർ പ്രാക്ടീസ് ചെയ്യാൻ ദർ ആർ സം റീസൺ ബിഹൈൻഡ് ദാറ്റ്. ഒന്ന് സെലിബസി ആയിരിക്കാം, അതായത് ബ്രഹ്മചര്യമായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ആയിരിക്കാം, അല്ലെങ്കിൽ അവിടുത്തെ ജനസംഖ്യാപരമായ കണ്ടീഷൻ ആയിരിക്കാം അത്തരത്തിലുള്ള പോളിജിനി ചൂസ് ചെയ്യാൻ കാരണം ഉണ്ടായിരിക്കാം. ഈ പോളിജിനി നമ്മൾ വീണ്ടും എന്ത് ചെയ്തിട്ടുണ്ട്, രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സൊറോറൽ പോളിജിനിയും നോൺ സൊറോറൽ പോളിജിനിയും. സൊറോറൽ പോളിജിനിയും നോൺ സൊറോറൽ പോളിജിനിയും. അതിൽ സൊറോറൽ പോളിജിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ മാൻ മാരിയിങ് എ ലേഡി ആൻഡ് ഹെർ സിസ്റ്റർ ഓർ സിസ്റ്റേഴ്സ്. ഇപ്പോൾ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു, ആ പെൺകുട്ടിയുടെ സിസ്റ്റേഴ്സിനെ കൂടി അതിൻ്റെ കൂടെ കല്യാണം കഴിക്കാം. അതിനെയാണ് നമ്മൾ സൊറോറൽ പോളിജിനി എന്ന് പറയാം. എന്നാൽ നോൺ സൊറോറൽ പോളിജിനി എന്ന് വെച്ചാൽ ബോത്ത് മേറ്റ്സ് ബിലോങ് ടു ഡിഫറെന്റ് ഫാമിലി. ഒരു സമയത്ത് ഒന്നിലധികം ഇണകളെ കല്യാണം കഴിക്കുന്നതാണല്ലോ പോളിഗമസ് മാരേജ്. ആ ഒന്നിലധികം ഇണകള് ഡിഫറെന്റ് ഫാമിലി നിന്നാവുക, അല്ലെ? അതാണ് നോൺ സൊറോറൽ പോളിജിനി. ഒരൊറ്റ ഫാമിലി നിന്നാണെങ്കിൽ അത് സൊറോറൽ പോളിജിനി, അവരുടെ സിസ്റ്റേഴ്സോ അങ്ങനെയൊക്കെ ആണെങ്കിൽ സൊറോറൽ പോളിജിനിയാണ്. ഡിഫറെന്റ് ഫാമിലിയിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള മീറ്റുകളാണെന്നുണ്ടെങ്കിൽ അതെന്താണ്, നോൺ സൊറോറൽ പോളിജിനിയാണ്. ഇനി അടുത്തത് പോളിയാൻഡ്രി, അല്ലെ? പോളിയാൻഡ്രി എന്നാ പറഞ്ഞത്, മോർ ദാൻ വൺ ഹസ്ബൻഡ്. ഒരു സ്ത്രീ ഒരു സമയത്ത് ഒന്നിലധികം ഭർത്താക്കന്മാരുണ്ടാവുക, അതാണ് പോളിയാൻഡ്രി. റീസൺ ആർ ഹെവി ബ്രൈഡ് പ്രൈസ്, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, പോവർട്ടി. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? ഒന്ന് സ്ത്രീധനം, അല്ലെ? സ്ത്രീധനം, ബ്രൈഡ് പ്രൈസ് കൂടുതൽ, ഡെമോഗ്രാഫിക് കണ്ടീഷൻ, അതുപോലെ തന്നെ പോവർട്ടി. ഇനി ഇതും ഈ പറഞ്ഞതുപോലെ രണ്ടെണ്ണം ഉണ്ട്, അല്ലെ? രണ്ടാക്കി തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഫ്രട്ടേണൽ പോളിയാൻഡ്രി, രണ്ട് നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രി. അതിൽ ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് വെച്ചാൽ നമ്മൾ സൊറോറൽ പോളിജിനി പറഞ്ഞ പോലെ തന്നെ വുമൺ മാരിയിങ് എ മാൻ ആൻഡ് ഹിസ് ബ്രദർ ഓർ ബ്രദേഴ്സ്, അല്ലെ? ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതാണല്ലോ പോളിയാൻഡ്രി. ആ ഒന്നിലധികം പുരുഷന്മാര് ബ്രദേഴ്സ് ആവുക. ഇനി നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രി ബോത്ത് മേറ്റ് ബിലോങ് ടു ഡിഫറെന്റ് ഫാമിലി. ഒന്നിലധികം പുരുഷന്മാരുണ്ടായിരിക്കുമല്ലോ, അവരൊക്കെ ഡിഫറെന്റ് ഫാമിലി എന്നാവുക. അതാണ് നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് പറയുന്നത്. സോ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഞാനൊരു ചെറിയൊരു ചാർട്ട് വരച്ചിട്ട് നിങ്ങൾക്ക് അതൊന്ന് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ശ്രദ്ധിക്കുക, എന്താണ് നമ്മൾ മാരേജുമായി ബന്ധപ്പെട്ട് പറയുന്നത്. ഫസ്റ്റ് നമ്മൾ മാരേജുമായി ബന്ധപ്പെട്ടുള്ള ഫാമിലീസ് ആണ് നമ്മൾ പറയുന്നത്, അല്ലെ? അതില് പ്രധാനമായിട്ടും 2 ടൈപ്പുകളാണ് നമ്മൾ പറയുന്നത്. 2 ടൈപ്പുകൾ. അതിൽ ഒന്നാമത്താണ് മോണോഗമസ് മാരേജ്. മോണോഗമസ് മാരേജ്, മോണോഗമസ്. രണ്ടാമത് നമ്മൾ എന്താ പറഞ്ഞത്? പോളിഗമസ്, അല്ലെ? പോളിഗമസ്. എന്താണ് ഈ മോണോഗമസും പോളിഗമസും തമ്മിലുള്ള ഡിഫറൻസ്? മോണോഗമസ് എന്ന് വെച്ച് കഴിഞ്ഞാല് വൺ മേറ്റ്, അല്ലെ? വൺ മേറ്റ്. ഇത് മോർ ദാൻ മോർ ദാൻ വൺ മേറ്റ്, അല്ലെ? മോർ ദാൻ വൺ മേറ്റ്, ഒന്നിലധികം ഇണകള്, അല്ലെ? അത് മനസ്സിലായല്ലോ. ഇനി ഈ മോണോഗമസിനെ നമ്മൾ വീണ്ടും 2 ആക്കി തിരിച്ചിട്ടുണ്ട്. ഏതൊക്കെയാണ്? സ്റ്റേറ്റ് മോണോഗമസും സീരിയൽ മോണോഗമസും. എന്താണ് ഈ സ്റ്റേറ്റ് മോണോഗമസ് എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഡിവോഴ്സിന് ശേഷമോ ഡെത്തിന് ശേഷമോ എന്ത് ചെയ്യുന്നില്ല? കെനോട്ട് മാരി, വേറെ കല്യാണം കഴിക്കുന്നില്ല. സീരിയൽ മോണോഗമി എന്താണ്? ഡിവോഴ്സിന് ശേഷമോ അല്ലെങ്കിൽ ഡെത്തിന് ശേഷമോ മാരി എഗെയിൻ, ക്യാൻ മാരി എഗെയിൻ. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ അങ്ങനെ കഴിഞ്ഞു. ഇനി നമ്മൾ പോളിഗമസിൽ വരികയാണ്. പോളിഗമസ് നമ്മൾ വീണ്ടും എന്താക്കി തിരിച്ചിട്ടുണ്ട്? 2 ആക്കി തിരിച്ചിട്ടുണ്ട്. പോളിജിനിയും പോളിയാൻഡ്രിയും, അല്ലെ? പോളിജിനിയും പോളിയാൻഡ്രിയും. എന്താണ് ഈ പോളിജിനി എന്ന് വെച്ച് കഴിഞ്ഞാല്? പോളിജിനി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഒരു മെയിലിന് എന്താണ്, ഒരു പുരുഷന് ഒരുപാട്, അല്ലെ? മോർ ദാൻ വൺ മെയ്റ്റ്, അല്ലെ? പിന്നെ പോളിയാൻഡ്രിയോ, ഒരു സ്ത്രീക്ക് മോർ ദാൻ വൺ മെയ്റ്റ്, അല്ലെ? ഒന്നിലധികം പുരുഷന്മാര്. അതാണ് പോളിജിനിയും പോളിയാൻഡ്രിയും. ഈ പോളിജിനിയെ നമ്മൾ വീണ്ടും 2 ആക്കി തിരിച്ചിട്ടുണ്ട്. അതിലൊന്നാണ് സൊറോറൽ പോളിജിനിയും
നോൺ സൊറോറൽ പോളിജിനിയം അല്ലെ. സൊറോറൽ പോളിജിനിയം, നോൺ സൊറോറൽ പോളിജിനിയം. സൊറോറൽ പോളിജിനിയം എന്നാൽ സിസ്റ്റേഴ്സിനെ കല്യാണം കഴിക്കാം അല്ലെ. പിന്നെ നോൺ സൊറോറൽ ഡിഫറെന്റ് ഫാമിലി എന്നുള്ള മേറ്റുകൾ. ഇനി പോളിയാൻഡ്രി അല്ലെ, ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ കല്യാണം കഴിക്കുന്നതാണ്. അതിനെയും എന്താക്കിയിട്ടുണ്ട്, രണ്ടാക്കിയിട്ട് തിരിച്ചിട്ടുണ്ട് അല്ലെ. എന്തൊക്കെയാണ്? ഒന്ന് ഫ്രട്ടേണൽ പോളിയാൻഡ്രിയും നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രിയും അല്ലെ. അതില് ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് വെച്ചാൽ ബ്രദേഴ്സിനെ കല്യാണം കഴിക്കുക. ഇത് നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് വെച്ചാൽ ഡിഫറെന്റ് ഫാമിലിയിൽ നിന്ന് കല്യാണം കഴിക്കാം. സോ ഇതാണ് നമ്മൾ ബേസ്ഡ് ഓൺ മാരേജിൽ പറഞ്ഞ ടൈപ്പ് ഓഫ് ഫാമിലി. സിമ്പിൾ ആണ്. ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. മോണോഗമസ്, പോളിഗമസ്. മോണോഗമസ് പറഞ്ഞാൽ വൺ ടൈം വൺ മേറ്റ്. പോളിഗമസ് വൺ ടൈം മോർ ദാൻ വൺ മേറ്റ് അറ്റ് എ ടൈം. ഇനി മോണോഗമസിൽ 2 ടൈപ്സ് ആണ് വരുന്നത് അല്ലെ. ഏതൊക്കെ ടൈപ്സാ? സ്ട്രേറ്റ് മോണോഗമിയും സീരിയൽ മോണോഗമിയും. സ്ട്രേറ്റ് മോണോഗമി കനോട്ട് മാരി അഗെയിൻ ദ ഡെത്ത് ഓർ ഡിവോഴ്സ് ഓഫ് സ്പൗസ്. സീരിയൽ മോണോഗമി ക്യാൻ മാരി അഗെയിൻ ഡെത്ത് ഓർ ഡിവോഴ്സ് ഓഫ് സ്പൗസ്. ദെൻ അടുത്തത് പോളിഗമസ്, മോർ ദാൻ വൺ മേറ്റ് അറ്റ് എ ടൈം. അതിൽ പോളിജിനിയും പോളിയാൻഡ്രിയും വരുന്നു. പോളിജിനി വെച്ചാൽ ഒരു പുരുഷൻ ഒരു സമയത്ത് ഒന്നിലധികം സ്ത്രീകളെ കല്യാണം കഴിക്കുന്നു. അത് 2 ഉണ്ട്. സൊറോറൽ പോളിജിനിയും നോൺ സൊറോറൽ പോളിജിനിയും. സൊറോറൽ പോളിജിനി വെച്ചാൽ സിസ്റ്റേഴ്സിനെ കല്യാണം കഴിക്കാം. നോൺ സൊറോറൽ ഡിഫറെന്റ് ഫാമിലിയിൽ നിന്നുള്ള സ്ത്രീകളെ വിവാഹം കഴിക്കാം. ഇനി പോളിയാൻഡ്രി, ഒരു സ്ത്രീ ഒന്നിലധികം പുരുഷന്മാരെ വിവാഹം കഴിക്കാം. അതും 2 ഉണ്ട്. ഫ്രട്ടേണൽ പോളിയാൻഡ്രിയും നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രിയും. അതില് ഫ്രട്ടേണൽ പോളിയാൻഡ്രി എന്ന് വെച്ചാൽ ബ്രദേഴ്സിലെ കല്യാണം കഴിക്കാം. നോൺ ഫ്രട്ടേണൽ പോളിയാൻഡ്രി വെച്ചാൽ ഡിഫറെന്റ് ഫാമിലീസിന് എന്ത് ചെയ്യാം, കല്യാണം കഴിക്കാം. സോ അത്രയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ ബേസ്ഡ് ഓൺ മാരേജുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഫാമിലി എന്താന്ന് പറഞ്ഞു അല്ലെ. ഫാമിലി എന്ന് പറയുന്നത് മാരേജ്, അഡോപ്ഷൻ, ബ്ലഡ് റിലേഷന്റെ ഫലമായിട്ടുള്ള ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെയാണ് നമ്മൾ ഫാമിലി എന്ന് പറയുന്നത്. ഓരോ മെമ്പേഴ്സിനും അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ഉണ്ടായിരിക്കും. ഡെഫിനേഷൻ നമ്മൾ 2 ആളുടെ ഡെഫിനേഷൻ പറഞ്ഞു, പാസിന്റെ ഡെഫിനേഷൻ പറഞ്ഞു, അതുപോലെ തന്നെ ഓക്ബേൺ ആൻഡ് നിംകോഫിന്റെ ഡെഫിനേഷൻ പറഞ്ഞു. ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു. ഫങ്ഷൻസ് GP മർഡോക്കിന്റെ 4 ഫംഗ്ഷൻ, മാക് ഐവറിന്റെ 2 ഫംഗ്ഷൻ, കിങ്സ്ലി ഡേവിസിന്റെ 3 ഫംഗ്ഷൻ പറഞ്ഞു. ദെൻ നമ്മൾ അതിന്റെ ടൈപ്സുകളും പറഞ്ഞു. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് മോർ ടൈപ്സുകൾ എന്ത് ചെയ്യാം, നമുക്ക് എടുക്കാം. താങ്ക് യു.